ഇത് ഈ മാസത്തെ ഗിവവേയുടെ വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നടന്നേച്ച് തോന്നിട്ടേ വീട്ടിലെ പണിയൊന്നും നേരം നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും അപ്പൻ 2 കുഞ്ഞ് ചമ്പന എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്നപാടെ എന്നോട് പറഞ്ഞു അതെടുത്ത് കറി വെക്കേണ്ട, കിളുന്താണ്, വറുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ കയ്യോടെ അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകി അരപ്പൊക്കെ പൊത്തി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ചോറ് തിന്നുമ്പോൾ വറുത്താൽ മതിയല്ലോ എന്ന് കരുതി കേട്ടോ. അങ്ങനത്തെ എടുത്ത് പുറത്ത് വെച്ച് ഐസ് പോയപ്പോഴത്തേക്കും അത് വറക്കാൻ വേണ്ടി അടപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരിക്കോളം ചെമ്മീൻ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കിള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി എൻ്റെ ചെമ്മീത്തിൻ്റെ കഥ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ചെമ്മീനും പിന്നെ ഒരു കുഞ്ഞ് സവോളയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ അത് വേവാനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടി മോര് കാച്ചാന്ന് കരുതി. അങ്ങനെ വറുക്കാനിട്ട് മീനൊക്കെ അത് തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തടുപ്പിൽ മോരും കാച്ചുന്നുണ്ട്. പിന്നെ ഒരടപ്പിൽ ഇത് ഉരുളക്കിഴങ്ങും ചെമ്മീനും വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് അടപ്പ് മൊത്തം നാശകോശമായി. അപ്പം നമ്മുടെ ആ ഒരു ടിഷ്യൂവിൻ്റെ ആ സാധനം എടുത്തിട്ട് അവിടെ മൊത്തവും തടച്ചു കേട്ടോ. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ഗിവവേക്ക് പൈസയാണല്ലോ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അതൊരു വിഷുക്കൈനീട്ടം പോലെ തരാമെന്നാണ് ഞാൻ കരുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്നും തോന്നരുത്, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്ത് അത്രയും നല്ലത്. അപ്പോൾ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കാമല്ലോ.